ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വലിയ നോമ്പിൻ്റെ 7-ാം ദിനമായ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28-ാം വാക്യം മുതൽ 30-ാം വാക്യം വരെ. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകിയാൽ എൻ്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ. അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. എന്തെന്നാൽ എൻ്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ്. സ്നേഹമുള്ളവരെ, ഈശോ ഈ വചനത്തിലൂടെ നമ്മളോട് ഓരോരുത്തരോടും പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഏതൊരവസ്ഥയിലും കർത്താവായ ദൈവം നമ്മളെ ചേർത്ത് നിർത്തുമെന്നാണ്. ഈശോ നമ്മളെ എല്ലാവരെയും വിളിക്കുകയാണ് അവൻ്റെ കരങ്ങളിൽ നമ്മളെ ചേർത്ത് നിർത്തുവാൻ വേണ്ടി. ഈശോ നമുക്ക് നൽകുന്ന ഈ കരുതൽ നമ്മൾ നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കേണ്ടതാണ്. നമ്മൾ മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് നല്ലത് എന്ന് സങ്കീർത്തന വേദഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മളെ താങ്ങുന്ന, ആശ്വസിപ്പിക്കുന്ന, ചേർത്ത് നിർത്തുന്ന ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. ഈ നോമ്പുകാലത്ത് നമ്മുടെ ജീവിതം മറ്റുള്ളവരിലേക്ക് വെളിച്ചം വീശുവാൻ സാധിക്കട്ടെ. ദൈവം നൽകുന്ന ഈ കരുതൽ നമ്മൾ മറ്റുള്ളവരിലേക്ക് പകരുവാൻ ഈ നോമ്പുകാലത്ത് സാധിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ നോമ്പുകാലം അനുഗ്രഹപ്രദമാകുകയുള്ളൂ. ഈശോ വഹിച്ചതുപോലെ ഭാരമേറിയ കുരിശ് വഹിക്കുവാനും അവനിൽ നിന്ന് പഠിക്കുവാനും അത് നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാനും നമുക്ക് സാധിക്കണം. പരസ്പരം താങ്ങുവാനും കരുതുവാനും പരസ്പരം ക്ഷമിക്കുവാനും നമ്മുടെ ഈ നോമ്പുകാലം ഒരു പ്രചോദനമായി തീരട്ടെ. കർത്താവായ ദൈവം നമ്മളെ ഓരോരുത്തരെയും അതിന് ഒരുക്കുമാറാകട്ടെ. ആമേൻ.